All of you, please join immediately. Adil, Sir. Abhijit Saju, Adil morning session. ഇല്ല സാറേ കേറിയില്ലായിരുന്നു. Akshara, Present, sir. ഞാൻ Anjali അപ്പുറത്ത് Sadashiv, നിന്നിട്ട് Present, TCSന്റെ sir. മറ്റേ ക്ലാസ് Anju, നോക്കുമായിരുന്നു. Deviraj, എല്ലാവർക്കും TCS കിട്ടി, എല്ലാവരും Anju, TCS എടുത്തില്ല. Anto, Present, sir. Aparna, മറ്റേ അറ്റൻഡൻസ് നിനക്ക് ഞാൻ അറ്റൻഡൻസ് പറയട്ടെ ഒരു മിനിറ്റ്. അവിടെ ഒച്ച ഉണ്ടാക്കില്ല, പെട്ടെന്ന് പോ. Aparna Pada, Aravind, ആ സാർ പ്രസന്റ്. Arav, എന്താ അറ്റൻഡൻസ് ഞാൻ അയച്ചു തരാം. പെട്ടെന്ന് കയറി, എൻ്റെ ആയതേ ഉള്ളൂ, എൻ്റെ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. അപ്പൊ ആരോ ഒന്ന് ലാഗ് അടിച്ച് നിൽപ്പുണ്ട്. Arjun, you, Present, sir. Chu, ഇതന്നെ വാട്സപ്പിൽ ഓടാൻ Jeevan, ആവശ്യമില്ലാത്തപ്പോൾ ഓടാനിരുന്നുണ്ട്. Joseph, Present, sir. Krishnaraj, പെട്ടെന്ന് നീ എന്ത് ഈ കാണിക്കുന്നു? നിന്റെ ഇമെയിലും പാസ്വേഡ് എന്താ? ഞാൻ കയറാം. Madhav, Present, sir. Maria, Madeline, Present, sir. Mubin, Present, sir. Muhammad Hafiz, Present, sir. Muhammad Rubin, ചാറ്റ് ബോക്സിൽ ഇടണം. okay, കണ്ടു. Chu ഉണ്ട്, Mubin, Najuma, Present, sir. Naurin, Present, sir. Parvati, പറയടാ. എടാ ഞാൻ അതേ വീട്ടില് ക്ലാസ്സിൽ ഇരിക്കും. Sandra, Present, sir. ക്ലാസ് ഇപ്പൊ സമയം എന്ത്? 2:30 ആകുമ്പോ തീരും. Prasad, ആ എന്താടാ? Prasad രാവിലെ ഉണ്ടോ? എപ്പോഴാടാ? ഇപ്പോഴാ സുദീപ്, ക്ലാസ് ഇപ്പൊ കേറിയതേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു 2:30 ആവും തീരുമ്പോഴത്തേക്ക്. വിഷ്ണുപ്രിയ, അപ്പൊ പോയാ മതിയോ? ആ അപ്പൊ വണ്ടി ഇവിടെ ഉണ്ട്. ഒണ്ടറാ ഞാൻ വരാം. China, Present, sir. Akhil Paiju, സീനില്ല, ഞാൻ വരാം. Joseph, സീനില്ല, ഇവിടെ ഉണ്ടറാ. Present, sir. ആടാ ഓക്കെ. So in the morning session we have just discussed about. ഹലോ Hello. സാറേ, കൃഷ്ണരാജ് ഉണ്ടായിരുന്നു. Sir, കൃഷ്ണരാജ് പേര് വിളിച്ചിട്ട് വേറെ പോലും. സാറേ ഇപ്പൊ ജോയിൻ ചെയ്തുള്ളൂ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഇതെന്താടാ ചറവറ കോള്? എന്താടാ? ഓക്കെ, കൃഷ്ണരാജ് 15 നമ്പർ. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. sir, ഞാനും വിഷ്ണുപ്രിയ. നമ്പർ എത്രയാണ്? 28. 28.
So in the morning session, we have just discussed about what is the importance of this particular subject, that is programming paradigms. And basically, your subject in the whenever you have to consider a computer programming language. So far, we discussed that language. How many numbers are for the 245. programming? 245 actually currently നമ്മുടെ ഇൻഡസ്ട്രിയിൽ ചില സ്ഥലത്തൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മിക്കവാറും യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനാണ് ടോട്ടൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഇപ്പൊ നിങ്ങൾ വിക്കിപീഡിയാസ് ഒക്കെ എടുക്കുവാണെങ്കിൽ അതിലെ ലിസ്റ്റിൽ അബൌട്ട് 700 ലാംഗ്വേജ് ഉണ്ട്. ബട്ട് ഡിപ്പെൻഡിങ് ഓൺ ദി യൂസേജ്, ദാറ്റ് ഈസ് എവിടെയാണ് ഇത് യൂസ് ചെയ്തത്. ചിലപ്പോൾ ചില ലാംഗ്വേജ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സെക്ഷൻസ് യൂസ് ചെയ്യുന്നു. സോ അതിനകത്ത് പോപ്പുലർ ആണോ നിർബന്ധമില്ല. ബട്ട് ഇറ്റ് ഓൾസോ കം അണ്ടർ എ കാറ്റഗറി ഓഫ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ വെൻ വി ഹാവ് ടു, നമുക്കിപ്പം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു 245 അറ്റ്ലീസ്റ്റ് അത്രയും കളക്ഷൻ ഓഫ് ലാംഗ്വേജസ് എന്നാണ്. വെനെവർ യു ഹാവ് ടു solve a particular problem or you have to design a particular platform or a software, you have to choose any of these languages. So what are the basic criteria while choosing these languages? ഏതൊക്കെയായിരിക്കണം നമ്മൾ? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ പലരും പറഞ്ഞു 3-4 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കറന്റ്ലി നിങ്ങൾക്ക് അറിയാം. ആൻഡ് whenever you have to solve a particular problem അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരികയാണ്, and how you will choose a program language, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മെയിൻലി പർപ്പസ് അനുസരിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അറിയാവുന്ന ലാംഗ്വേജ് ഏതൊക്കെയാണ്? ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജസ് C++. ലാംഗ്വേജ് ഓൾട്ടർനേറ്റീവ് ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പൈത്തണും സിയും. ഓക്കെ ഫൈൻ. സി ഉണ്ട്, പൈത്തൺ ഉണ്ട്, അതുപോലെ തന്നെ C++. ആൻഡ് ഫോർ എക്സാമ്പിൾ ഒരു സയന്റിഫിക് കാൽക്കുലേഷൻ ആണെങ്കിൽ ഇതിൽ ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ സയന്റിഫിക് ലാബോറട്ടറിയിൽ ഒരു വാല്യൂ കാൽക്കുലേറ്റ്, ദാറ്റ് ഈസ് വി ആർ ഗിവിംഗ് സം വാല്യൂസ്, വി ഹാവ് ടു ഗിവൻ, നമുക്ക് എന്ത് ചെയ്യണം? ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യണം. ഏതായിരിക്കും ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നത്? പെട്ടെന്ന് കിട്ടണമെങ്കിൽ പൈത്തൺ യൂസ് ചെയ്താൽ മതിയായിരിക്കും. ഈസിയർ കോഡിംഗ് ആയിരിക്കും. ഹലോ ഹായ്. ഹലോ, ഇപ്പൊ കേൾക്കാമോ? സാറ് ഇടക്കിടക്ക് സാറിന് നല്ലോണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അല്ല, ഇവിടുത്തെ നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂ ഉണ്ട് ഇടയ്ക്ക് കട്ടിങ്. ഹലോ, ഇപ്പൊ കേൾക്കാമോ? സാറേ കേൾക്കാം. ഓക്കെ. സോ ക്വസ്റ്റ്യൻ മനസ്സിലല്ലോ മുബീൻ. യു ഹാവ് എ പ്രോബ്ലം ടു സോൾവ്, ദെൻ യു ഹാവ് 3 ചോയ്സസ്. സി ഉണ്ട്, C++ ഉണ്ട്, അതുപോലെ പൈത്തൺ. സോ വാട്ട് ഈസ് ദ പോയിന്റ് യു ഹാവ് ടു ഹൈലൈറ്റ് വൈ യു ഷുഡ് ചൂസ് ദ പൈത്തൺ? അത് പറയാൻ എന്താണ് കാരണം? പെട്ടെന്ന് നമുക്കിപ്പം റിസൾട്ട് കിട്ടാനാണ് ഈസിയർ കോഡിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. ഈസിയർ കോഡിംഗ്, അതായത് അപ്പോൾ നോർമലി മുബീൻ ഇപ്പൊ ഫസ്റ്റിലെ പഠിച്ച ലാംഗ്വേജ് പഠിച്ചത് ഇപ്പൊ C ആയിരുന്നെങ്കിൽ there must be some benefits when compared with the Python, അല്ലേ? C ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സിന്താറ്റിക് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് കുറച്ചുകൂടി ഈസിയർ അതായിരിക്കും പൈത്തൺ ആയിരിക്കും. അതെ. ഇനി അടുത്തൊരു പ്രോബ്ലമാണ്. കാരണം നമുക്ക് ഇനി ഇപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തൊഴിക്കുക, ഒരു സർട്ടൺ ഇൻപുട്സിന്റെ റിസൾട്ടിനെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. അത് ഈ പറയുന്ന പോലെ CO യു ക്യാൻ ചോയ്സ് C, either you can choose C++, Python, or you should choose the Python.
Now think about, you have to develop a website. So ആ ഒരു കേസ് നിങ്ങൾക്ക് ഏതായിരിക്കും ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നത്? Can you choose any one വെബ്സൈറ്റ് of ഒക്കെ these? ഇല്ല ഇല്ല, നമുക്ക് HTML ജാവാസ്ക്രിപ്റ്റോ PHP SQL അങ്ങനത്തെ ഇതായിരിക്കും വെബ്സൈറ്റിന് That കുറച്ചുകൂടെ is, ആപ്ലിക്കബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ കോഡിംഗ് ലാംഗ്വേജസിന്റെ ആ ഒരു കാറ്റഗറി വരുമ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യും ഒരു വെബ്സൈറ്റിന്റെ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അല്ലേ? വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദ സ്ക്രിപ്റ്റിംഗ് അതെ. ലാംഗ്വേജ്. സോ ദാറ്റ് ഈസ് ദ നമ്മളിപ്പോൾ ഇത്രയും നമ്പർ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ that will be the answer depending on the scenario, situations, or the where we have to use for such kind of problems. ആ പ്രോബ്ലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ വേരിയസ് കാറ്റഗറീസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഇവ എവല്യൂഷൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഫസ്റ്റ് ഒരു 3 ജനറേഷൻ അല്ലെങ്കിൽ 4 ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ പഠിച്ചു. ഇതെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ഒരു എവല്യൂഷൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ എവല്യൂഷൻ? ഫോർട്രാനും കോബോളും അതൊക്കെയാണോ? ഏറ്റവും ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണെന്ന് അറിയാമോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? എനിവൺ? ഇത് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോട്ട് ദി റിലേറ്റഡ് വിത്ത് ദ സബ്ജക്ട്. ഐ ഹാവ് ടു സ്റ്റാർട്ട് ദ പോയിന്റ്. നമുക്ക് ഈ ജസ്റ്റ് ആദ്യമേ തന്നെ ഞാൻ ഈ പറഞ്ഞ വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഡേറ്റ ടൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ യു ഡോണ്ട് ഗെറ്റ് ദ ബേസിക് ഐഡിയ ഓഫ് ദിസ് particular subject. So that is why I am taking some initial information from you. To relate with that, I can start up my first book. So ആർക്കെല്ലാം പറയാൻ പറ്റുമോ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? എനിവൺ? അജീന? വിഷ്ണുപ്രിയ? ആ സാർ. ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതായിരുന്നു വിഷ്ണുപ്രിയ? ഓർമ്മയുണ്ടോ? ഫോർട്രാൻ ഫോർട്രാനാണോ? ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചേ. ശ്രുതി? സാന്ദ്ര? You can Google, you can search, no problem. നമുക്ക് ആൻസർ വേണം. ഹലോ സാന്ദ്ര, ഏതായിരിക്കും ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? കൊബോൾ ആണോ സർ? കൊബോൾ ആണോ? ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ സാന്ദ്ര, എന്നിട്ട് ആൻസർ പറയൂ. നൗറിൻ? ഓക്കെ, ജസ്റ്റ് സെർച്ച്. ആദ്യം ഒരു 1500 അയച്ച്, പിന്നെ ഒരു 1500 അയച്ച്, അത് കഴിഞ്ഞിട്ട് 300 ഞാൻ തിരിച്ചയച്ചു. അപ്പൊ ടോട്ടൽ നീ 2700 എനിക്ക് തന്നത്. അതിൽ നിന്ന് 1700 പാക്കേജിന്റെയും 260 മറ്റേ ബസിന്റെ ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി നിനക്കൊരു 740 എന്തോ ഉള്ളു കേട്ടോ തിരിച്ചു തരാൻ. അത് ഞാൻ ആ പോവാൻ നേരത്ത് തരാം. Anyone got the answer? Madhav? സാറേ
എന്തായി മാധവ്? എന്തോ പ്ലാൻ കാൽക്കുൾ അങ്ങനെ എന്തോ. ഓക്കെ, അത് ഏത് ടൈപ്പ് ലാംഗ്വേജ്? ഹൈ ലെവൽ ആണോ ലോ ലെവൽ ആണോ നോക്കിയോ? ഓക്കെ, എനിവേ ഞാൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കാം. ഹൈ ലെവൽ ലാംഗ്വേജ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ്, അതിലാണ് കൺഫ്യൂഷൻ. ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് നോക്കിയോ മാധവ്? സാറേ ഫോർട്രാൻ. ഫോർട്രാൻ, ഓക്കെ. ദെൻ ഇതേപോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജുകൾ. നമ്മൾ ബേസിക്കലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ കേസിൽ നമുക്ക് 3 കാറ്റഗറീസ് ആണുള്ളത്. ദാറ്റ് ഈസ് മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ്. സോ when we relate with this with the evolution of computer system, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് ആകെയുള്ള യൂസ് ചെയ്യാവുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഉബീൻ, ഹലോ സാർ. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്തായിരുന്നു? മെഷീൻ ലാംഗ്വേജ്. ഓഫ് കോഴ്സ് മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു. സെക്കൻഡ് ജനറേഷൻ ഓൺവേർഡ്സ് ആണ് നമ്മൾ അസംബ്ലിയുടെ കോൺസെപ്റ്റിലേക്ക്. ദാറ്റ് ഈസ് കുറച്ചുകൂടി ന്യൂമോണിക്സിനെ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൺസെപ്റ്റിലേക്ക്. സോ ബോത്ത് ഓഫ് ദീസ് ആർ കം അണ്ടർ കാറ്റഗറി ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് വിളിക്കും. Now, after the third generation also, third, fourth ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് കോൺസെപ്റ്റ് ഫസ്റ്റിലെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജിന് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്തായിരിക്കും? ക്യാൻ യു സേ എനിവൺ? ഹൈ ലെവൽ ലാംഗ്വേജസിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചർ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും യൂസർ. So of course, one of the important features that is user friendly ആയിരുന്നു, compared with the low level and assembly language. And one of the difficulty എന്ന് പറയുന്നത് അതിനെ മനസ്സിലാക്കാൻ പാടായിരുന്നു. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ടായിരുന്നു. But in the case of high level language, we can see that as a humans സംസാരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന വേർഡിങ്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷീൻ ഇൻസ്ട്രക്ഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. So that's one of the important advantage. That is one of the important advantage. User friendly ആണ്. ഇനി വേറെ ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? Portability regarding high level language. That is another important fact. That is platform independent അല്ലെങ്കിൽ portability. അതിന്റെ മീനിങ് എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങളൊരു ഇന്റൽ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സെയിം പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് you can execute in a Macintosh or a AMD based ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദാറ്റ് ഈസ് കോഡ് റീയൂസബിലിറ്റി അല്ലെങ്കിൽ കോഡ് പോർട്ടബിലിറ്റി നമുക്ക് പോസിബിൾ ആണ്. So that is another important factor regarding high level language. Now, when we have to think about the high level languages then various categories നമുക്ക് available. Various category means whenever we have to discuss about high level language, there is a specific categories. For example, first generation high level languages എന്നൊക്കെ പറയുന്നത് actually it is known as ഫങ്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിന്റെ ഫസ്റ്റ് കാറ്റഗറി എന്ന് വിളിക്കുന്ന ഒരു സെക്ഷനാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഫങ്ഷൻ ഓറിയന്റഡ് ആൻഡ് പ്രൊസീജിയർ ഓറിയന്റഡ്. ആ വേർഡിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ മീനിങ് മനസ്സിലാകും. One of the programming language you have so far studied is come under this category. ഏതായിരിക്കും ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഓൾറെഡി പഠിച്ചൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഫങ്ഷൻ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? സി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫങ്ഷൻ ഓറിയന്റഡ്. ബിക്കോസ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ ഫങ്ഷൻ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ക്യാൻ യു സേ എനിവൺ? sir.
So what do you mean by a function-oriented programming language? Sentence പറഞ്ഞാൽ മതി. What do you mean by a function-oriented programming language? സർ ഫങ്ഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അങ്ങനെ Functions apply ചെയ്യണം. Whenever you have to face a problem or a task, ഒരു function-oriented programming എങ്ങനെയായിരിക്കും അതിനെ സോൾവ് ചെയ്യുന്നത്? അതാണ് ചോദിച്ചത്. That's a difference. സർ അത് ഫങ്ഷൻ ബേസ് ചെയ്തായിരിക്കും. യെസ്, ഫംഗ്ഷനെ നമുക്ക് കുറച്ചുകൂടി നമുക്ക് സെന്റൻസ് വൈസ് പറയുവാണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ഒരു ടേമാണ്. സോ വി ക്യാൻ ഓൾസോ ഇറ്റ് ബി ടോൾഡ് ലൈക്ക് വാട്ട് മേ ബി ദ ടാസ്ക്. എന്താണോ നമുക്ക് ടാസ്ക് ചെയ്യേണ്ടത്, ആ ടാസ്കിനെ സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യുന്ന മെത്തേഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആക്കി മാറ്റും. whenever that task must be solved, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യും, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. So that concept is known as the function oriented. That is, rather than giving the priority towards the entity, അവിടെ ചെയ്യുന്ന വസ്തുവിലല്ല, അതിന് ചെയ്യുന്ന മെത്തേഡാണ്. എങ്ങനെയായിരിക്കും നമ്മൾ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത്, ആ ഒരു മെത്തേഡ് ആയിരിക്കും ഇവിടെ ഇമ്പോർട്ടൻറ്റ്. Such a kind of programming concept is known as the function oriented അല്ലെങ്കിൽ പ്രൊസീജിയർ ഓറിയന്റഡ്. വേറൊരു പേരുണ്ട്. കാരണം നമ്മുടെ എസ്പെഷ്യലി പ്രോഗ്രാമിംഗ് പാരാഡിഗ്ംസിൽ നമുക്ക് 5 കാറ്റഗറീസ് ഓഫ് പ്രോഗ്രാമിംഗ് പാരാഡിഗ്ംസ് ആണുള്ളത്. ദാറ്റ് ഈസ് നോൺ ആസ് ദ പ്രൊസീജിയർ. അതിലെ ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ മോഡ്യൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഫംഗ്ഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ്സ് എന്ന് പറയും. സോ ഇതിനെ ബേസ് ചെയ്ത് certain ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ഈ ഒരു കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഡു, എന്താണ് നമുക്ക് ചെയ്യേണ്ട ടാസ്ക്, അതിനെ റിസോൾവ് ചെയ്യുന്ന ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓറിയന്റഡ് അല്ലെങ്കിൽ പ്രൊസീജിയർ. ദാറ്റ് ഈസ് എ നെയിം ഇറ്റ്സെൽഫ് വി ക്യാൻ ഐഡന്റിഫൈ വാട്ട് യു മീൻ ബൈ എ ഫംഗ്ഷൻ ഓറിയന്റഡ് ഓർ എ പ്രൊസീജിയർ ഓറിയന്റഡ്. Now, another category, ഇതിൽ ഈ ഫംഗ്ഷൻ ഓറിയന്റഡ് യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി പ്രോഗ്രാമിംഗ് മെത്തഡോളജി എന്താണെന്ന് അറിയാമോ? ഫംഗ്ഷൻ ഓറിയന്റഡ് ഒരു പ്രത്യേകത ആയിരിക്കും, വെൻ യു ഹാവ് ടു സോൾവ് എ ലാർജ് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കും, ഒരു വലിയ ടാസ്ക്കാണ്. നമുക്ക് ഇവിടെ ഒരു അപ്രോച്ച് ഉണ്ട്, മോഡുലാർ അപ്രോച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? മോഡുലാർ അപ്രോച്ച് അഖിൽ ബൈജു കേട്ടിട്ടുണ്ട് സാർ. എന്താണ് മോഡുലാർ അപ്രോച്ച്? നമ്മളൊരു ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൊഡ്യൂൾസ് ആക്കും. ഓക്കെ, അതായത് ഒരു വലിയ ടാസ്കിനെ അഖിൽ ബൈജു എന്ത് ചെയ്യും, തന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ടാസ്കുകളാക്കി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? അഖിൽ, ഹലോ സാർ. സാർ മുബീന ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അഖിലിന് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് അറിയത്തില്ലേ? മനസ്സിലായി സാർ. മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഇപ്പൊ കുറെ പേര് ഇരുന്ന് ഒരുമിച്ച് വർക്ക് ചെയ്യും. ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോ മൊഡ്യൂൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ടാസ്ക് ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജ്? ഇപ്പൊ ഒരു എറർ ഉണ്ടെങ്കിൽ ആ മൊഡ്യൂൾ മാത്രം ചെക്ക് ചെയ്താൽ മതി, മൊത്തം പ്രോഗ്രാം. സോ എറർ കറക്റ്റ്നെസ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. കാരണം ഒരു 1000 ലൈൻസ് ഉള്ള ബോഡിയിൽ കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഒരു 10 ലൈനുള്ള ഒരു ചെറിയ പ്രോഗ്രാമിലാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അപ്ഡേഷൻസ് കുറച്ചുകൂടി എളുപ്പമല്ലേ? അതെ സാർ. അല്ലെങ്കിൽ നമ്മളൊരു വലിയ പ്രോഗ്രാം ചെയ്തിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പോയാൽ എൻ്റയർ കോഡിംഗ് ലൈൻസ് എല്ലാം അവിടെ ചേഞ്ച് വരും. ബട്ട് ഇഫ് യു ഹാവ് ടു എനി അപ്ഡേഷൻ ഓൺ എ പെർട്ടിക്കുലർ പാർട്ട്, ഒരു അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു മോഡ്യൂൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി അഡ്വാൻറ്റേജ്. So that is one of the important programming paradigm so far we have to discuss in this particular subject, that is a function
ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ രണ്ടിൽ യൂസ് ചെയ്ത ബേസിക് ബാക്ക് ബോൺ എന്ന് പറയുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ഉണ്ട്, ഫങ്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയർ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വേരിയസ് കൺട്രോൾ സ്ട്രക്ചേഴ്സും അതിന്റെ വേരിയസ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ. Now come to the next category, that is known as the object oriented programming. What do you mean by object oriented? ഞാൻ ഇത് പറയുകയാണ്, ഇത് കറക്റ്റ് ഓർഡർ അല്ല. നോർമലി നമ്മുടെ പ്രോഗ്രാമിംഗ് പാരാഡിമിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കുന്നത് പ്രൊസീജിയർ, ദെൻ ഫങ്ഷണൽ, ദെൻ അതിനുശേഷം സം ലോജിക് പ്രോഗ്രാമിംഗ് ഉണ്ട്, then scripting, then we have to go towards the object oriented programming. ഇതായിരിക്കും അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഓൾറെഡി നിങ്ങൾ ജാവ ഒക്കെ C++ പഠിച്ചുള്ളതാണ്. സോ അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. സോ വാട്ട് യു മീൻ ബൈ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? ക്യാൻ എനിവൺ എക്സ്പ്ലെയിൻ? സാന്ദ്ര? Sir, hello. So Sandra, are you here about object oriented programming? Sir. So what does it mean? Sir, object ഉണ്ട്, class ഉണ്ട്, അതിന്റെ ബേസിസിലായിരിക്കും വരുന്നത്. So that is a terms that is used in an object oriented program. ഒബ്ജക്റ്റും ക്ലാസും അതൊക്കെ അതിന്റെ ടേംസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് ആണ്. ഞാൻ ചോദിച്ചത് സാറില്ല, വാട്ട് യു മീൻ ബൈ എ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? സാർ അത് റിയൽ വേൾഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പ്രോബ്ലംസ് സോൾവ് ചെയ്യും. സോ നമ്മളിപ്പം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നോർമലി നമ്മൾ പറഞ്ഞു മെഷീൻ ലാംഗ്വേജ് ഉണ്ടായിരുന്നു, അസംബ്ലി ലാംഗ്വേജ് ഉണ്ടായിരുന്നു, അതിന് ശേഷം ഹൈ ലെവൽ ലാംഗ്വേജ് വന്നു. ഹൈ ലെവൽ ലാംഗ്വേജിൽ ഏറ്റവും ആദ്യത്തെ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ അൽഗോരിതം ലാംഗ്വേജ് ആണ്. അൽഗോരിതം ബേസ്ഡ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ടൈപ്പ് ലാംഗ്വേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പഠിച്ച കോൺസെപ്റ്റ്, ദാറ്റ്സ് ആ ഫങ്ഷൻ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലെങ്കിൽ ഡിസൈൻ ഈ പറയുന്നത് ഡിസ്കവർ ചെയ്തത് അല്ലെങ്കിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്തത്. സോ there is still some difficulty or drawback. ഈ ഒരു പ്രോഗ്രാം ഫങ്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ there is still some inefficiency, that is പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിങ്ങിൽ. അതുപോലെ തന്നെ whenever we have to deal with the real world ആയിട്ടുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ ഒബ്ജക്ട്സുകളുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ റിയൽ വേൾഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. there is some difficulty when you have to use a procedure oriented programming language. സോ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇപ്പം സാന്ദ്ര പറഞ്ഞു, റിയൽ വേൾഡ് എൻറ്റിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോഗ്രാമിംഗിൽ ക്ലിയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും സാധിക്കും. സോ ദെൻ ഐ ഹാവ് ടു ആസ്ക് വൺ ക്വസ്റ്റ്യൻ സാന്ദ്ര, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫങ്ഷൻ ഓറിയന്റഡ് ആൻഡ് എ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്? ബേസിക് ഡിഫറൻസ് എന്തായിരിക്കും സാന്ദ്ര? ഹലോ സാർ. Difference between function oriented and object oriented programming. സാർ അത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ അല്ല, അതൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആണ്. വെൻ യു കം ഇൻ ഡീപ്പ് അബൌട്ട് ദ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിന്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ സാന്ദ്ര പറഞ്ഞ കറക്റ്റ് ആണ്. അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, പോളിമോർഫിസം ഇതെല്ലാം വരും. ഞാൻ ചോദിച്ചത് ഇപ്പൊ നമുക്ക് ഓൾറെഡി ഫങ്ഷൻ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാം സാർ, മനസ്സിലായോ? sir. Then why should we go for a new type of programming language concept, that is object oriented programming language concept? അപ്പോൾ ഞാൻ പറഞ്ഞു റിയൽ വേൾഡ് എൻറ്റിറ്റീസിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റുമോ സാന്ദ്ര? സാർ അതില് മറ്റേ ഫങ്ഷൻ ഓറിയന്റഡ് ആകുമ്പോൾ ഫങ്ഷൻ വെച്ചിട്ടായിരിക്കുമല്ലോ. അതൊക്കെ ഇതില് ഒബ്ജക്റ്റ് അവിടുത്തെ പ്രയോറിറ്റി എന്തായിരുന്നു ഫങ്ഷൻ ഓറിയന്റഡിൽ? നമുക്ക് ചെയ്യേണ്ട ടാസ്കിനായിരുന്നു ഫങ്ഷൻ ഓറിയന്റഡിൽ എന്ത് ഇമ്പോർട്ടൻസ് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. മനസ്സിലായോ സാറില്ല? ഫങ്ഷൻ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലാണെങ്കിൽ അതെ സാർ.
എങ്ങനെയാണ് ഈ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്, അതിനുള്ള കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ മോഡ്യൂളോ അല്ലെങ്കിൽ പ്രൊസീജിയർ ആയിട്ട് എഴുതും. അതിനെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യും, അതിലേക്ക് ഇൻപുട്ട് വാല്യൂസ് കൊടുത്തുകൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്. ദാറ്റ് ഈസ് ഹിയർ priority is goes to how to solve and in which way we can solve that particular problem. So that is the concept which is known as the procedure or function oriented program. Then come to the object oriented. ഇവിടെയുള്ള വ്യത്യാസം എന്തായിരിക്കും സാധ്യത? What's the difference? Object oriented പഠിച്ചിട്ടുള്ളതല്ലേ? സാർ പഠിച്ചിട്ടുണ്ട്. സോ അവിടെ എന്തായിരിക്കും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സാർ അത് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്തിനായിരിക്കും? റാദർ ദാൻ ഡൂയിങ് ദ ടാസ്ക്, നമ്മൾ ചെയ്യേണ്ട ടാസ്കിന് പകരം ഇവിടെ എന്തിനായിരിക്കും പ്രയോറിറ്റി? എന്തിലാണ് ഈ ടാസ്ക് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ ഫാക്ടോറിയലിന്റെ എക്സാമ്പിൾ എടുക്കുക. ഫാക്ടോറിയൽ നമ്മൾ നേരത്തെ ചെയ്യുന്ന ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേ അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനാണ് ഫംഗ്ഷൻ ഓറിയന്റഡ് ഇമ്പോർട്ടൻസ് എങ്കിൽ, ഇത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കേസിൽ ഏത് വേരിയബിൾ അല്ലെങ്കിൽ വാല്യൂവിന്റെ ആണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ടത്, ആ വാല്യൂവിനായിരിക്കും ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി എന്ന് പറയുന്നതായിരിക്കും. ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എൻറ്റിറ്റീസിനായിരിക്കും അവിടെ പ്രയോറിറ്റി. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ റെപ്രസെന്റ് ദ റിയൽ വേൾഡ് എൻറ്റിറ്റി. ഫോർ എക്സാമ്പിൾ നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെഹിക്കിൾ എടുക്കും, കാർ എടുക്കും. വെഹിക്കിൾ ഒരു ക്ലാസ് ആണെങ്കിൽ കാർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ഒരു സബ് ക്ലാസ് ആയിട്ട് എടുക്കും. വെഹിക്കിൾസിനുള്ള സർട്ടൺ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തിനും കാണും, ഈ പറയുന്ന കാറിനൊക്കെ കാണും. അങ്ങനെയുള്ളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോഗ്രാമിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. So that is a basic difference between the function oriented and procedure oriented program. Now my question is that what are the main features of the object oriented program? ഇത് ആക്ച്വലി നമ്മുടെ 5 and 6 മോഡ്യൂൾസിൽ ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ ബേസിക് ഫീച്ചേഴ്സ് ഏതൊക്കെയായിരുന്നു? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓപ്സിന്റെ ബേസിക് ഫീച്ചേഴ്സ്. മെർലിൻ ഓപ്സിന്റെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ബേസിക് ഫീച്ചേഴ്സ് ഓർമ്മയുണ്ടോ മെർലിൻ? സർ എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, കൺസ്ട്രക്ടേഴ്സ്, ഡിസ്ട്രക്ടേഴ്സ്. ഇതൊക്കെ എന്താണെന്നറിയാവോ മെർലിൻ? ഓർമ്മയുണ്ടോ? പേര് മാത്രം ഓർമ്മ. പേര് മാത്രമേ ഓർമ്മ. സോ വേറെന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇതല്ലാതെ? ഇല്ല സാർ, ഓർക്കുന്നില്ല. മുഹമ്മദ് ഹാഫിസ് ഉണ്ടോ? മുഹമ്മദ്, എങ്ങനെയാണ് മറ്റുള്ളത് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? നിങ്ങൾ തേർഡിലോ ഫോർത്തിലോ സെമിസ്റ്ററിലോ തന്നെ പഠിക്കുന്ന കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേ ഉള്ളൂ. ഒബ്ജക്ട്സും ക്ലാസ്സസ് ഒക്കെ വെച്ചാണ്. ഒബ്ജക്റ്റ് ഓക്കെ, ഒബ്ജക്റ്റും ക്ലാസ്സും ഉണ്ട്. ഫീച്ചർ ആയിട്ട് പറയാം. ദെൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചർ എന്തായിരുന്നു മെയിൻ? ഓൾറെഡി പറഞ്ഞത്, 2-3 പറഞ്ഞു. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്താണ്. പോളിമോർഫിസം, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഡാറ്റ എൻക്യാപ്സുലേഷൻ. ഓക്കെ, ഡാറ്റ എൻക്യാപ്സുലേഷൻ. എത്ര ഉള്ളൂ? ഇനി വല്ലതും ഉണ്ടോ? മിസ്സിംഗ് ഉണ്ടോ? ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഓക്കെ, അഞ്ജലി അഞ്ജലി
ബേസിക് പ്രോപ്പർട്ടീസ് ഫീച്ചേഴ്സ് ഓഫ് പ്രൂഫ്സ് പറഞ്ഞേ പെട്ടെന്ന്. ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഈ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പം വേണ്ടത് മാത്രം കാണിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുക. ഓക്കെ, എസെൻഷ്യൽ ഫീച്ചേഴ്സിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ ഹൈഡ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ദ അബ്സ്ട്രാക്ഷൻ. ദെൻ എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ എന്ന് പറയുമ്പം ഒബ്ജക്റ്റിനെയും ഡേറ്റനെയും എല്ലാം ഒരേ ഇതിലേക്ക് റാപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒരു ഇതാണ് ആക്ച്വലി നമ്മൾ ക്ലാസിന്റെ കേസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചെയ്തത്. ഇവിടെ ഡേറ്റ മെമ്പർ ഉണ്ട്, മെമ്പർ ഫംഗ്ഷൻ ഉണ്ട്. ഇതിന്റെ രണ്ടിനും നമ്മൾ ക്ലബ് ചെയ്ത് ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത് അല്ലേ? സോ ദാറ്റ് ഇസ് എ ഡേറ്റ എൻകാപ്സുലേഷൻ. ഇനിയുള്ള ഫീച്ചർ എന്തായിരുന്നു? മോഡുലാരിറ്റി. മോഡുലാരിറ്റി അതെന്താണ്? അത് ഒരു വലിയ പ്രോഗ്രാമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പല പാർട്സ് ആക്കിയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഡേറ്റ മോഡുലാരിറ്റി അത് വരുന്നതാണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, എനിവേ ഓക്കെ. പിന്നെ ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് മീൻസ് എന്തായിരിക്കും? ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിലെ പ്രോപ്പർട്ടീസ് എല്ലാം അടുത്ത ക്ലാസ്സിൽ ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഒരു ക്ലാസ്സിലെ സെയിം പ്രോപ്പർട്ടീസ് നമുക്ക് വേറൊരു ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ദാറ്റ് ഈസ് ഇൻഹെറിറ്റൻസ്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ അഞ്ജലി? പോളിമോർഫിസം. പോളിമോർഫിസം, വാട്ട് ഡു യു മീൻ ബൈ പോളിമോർഫിസം എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് മീനിങ്, ഒരു സെന്റൻസിന് തന്നെ പല മീനിങ്സിൽ വരുന്നത്. ഓക്കെ, ഒരേ ഫോം തന്നെയായിരിക്കും, പക്ഷെ ഡിഫറെന്റ് യൂസേജ് എന്ന് പറയാൻ പറ്റും അല്ലേ? അതെ. ഓക്കെ, ഇനി വല്ലതും ഉണ്ടോ? ബാക്കിയുണ്ടോ? ഇത്രേ എനിക്ക് ഓർമ്മയില്ല, 5 ഓവർലോഡിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓവർലോഡിങ് 2 കോൺസെപ്റ്റുകളുണ്ട്. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഉണ്ട്, ഫംഗ്ഷൻ ഓവർലോഡിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. സോ എനിവേ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ് മെയിൻ. നൗ നമ്മളിപ്പോൾ 2 കാറ്റഗറീസ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്, 2 അല്ല 3 വരും. ഫംഗ്ഷൻ, പ്രൊസീജിയർ, ഒബ്ജക്റ്റ്. Then in this particular subject നമ്മൾ പ്രോഗ്രാമിംഗ് പാരാഡിഗ്മിൽ നമ്മൾ ഓരോ മോഡ്യൂൾസ് കവർ ചെയ്യുമ്പോൾ ഇത് കൂടാതെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഈ 2 കാറ്റഗറീസ് ആയിരിക്കും. ദാറ്റ് ഈസ് പ്രൊസീജിയർ ഓറിയന്റഡ് ഓർ ഫംഗ്ഷൻ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, then object oriented programming languages. So along with this there are some other categories of programming languages in കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ ഫീൽഡിൽ നമുക്ക് ഇത് കൂടാതെ ഇതാണ് ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയാണ് ഈ ഒരു ഫംഗ്ഷൻ ഓറിയന്റഡ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എലോങ് വിത്ത് ദിസ് there are some other categories such as scripting languages എന്ന് പറയുന്ന കാറ്റഗറി. സ്ക്രിപ്റ്റിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എസ്പെഷ്യലി വെബ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് when we how to compare the syntax അല്ലെങ്കിൽ സെമാന്റിക്സിന്റെ കോൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ കറന്റ് കൺവെൻഷനലി ചെയ്യുന്ന പ്രോഗ്രാമിംഗ് കോഡിംഗ് ലാംഗ്വേജസിലേക്കാളും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സിന്റാക്സും സെമാന്റിക്സും ഒക്കെ ആയിരിക്കും ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ക്യാൻ യു ഗിവ് എനി എക്സാമ്പിൾസ് ഓഫ് ദി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്? സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന്റെ ഏതൊക്കെ എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള? HTML. Okay. JavaScript. Then PHP എന്ന് നേരത്തെ ആരും അറിയാമെന്ന് പറഞ്ഞു. So that is also a scripting language. XML അങ്ങനെയുള്ള കുറെ കാറ്റഗറീസ് ഉണ്ട്. സോ എനിവേ അതിന്റെ എല്ലാം ഒരു ബേസിക് ഡിഫറൻസ്. ഈവൻ HTML-ഉം നിങ്ങളൊരു C കോഡുമായിട്ട് കമ്പയർ ചെയ്താൽ തന്നെ there is a significant difference between all of these 2 categories of programming languages. ഒരു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. കാരണം എന്തുകൊണ്ടായിരിക്കും? 2ന്റെയും പർപ്പസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒന്ന് കോഡിംഗ് പർപ്പസ് വേണ്ടി മാത്രം യൂസ് ചെയ്യുമ്പോൾ അനദർ വൺ ഈസ് നോൺ ആസ് ഒരു ഫ്രണ്ട് എൻഡ് പ്രോഗ്രാം ആയിട്ടായിരിക്കും. ഒരു ആപ്ലിക്കേഷൻ വെബ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫ്രണ്ട് എൻഡ് പ്രോഗ്രാം ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഇറ്റ്സ് അപ്പിയറൻസ്, സിന്റാക്സ്, സെമാന്റിക്സ് ആർ എൻറ്റയർലി ഡിഫറെന്റ് ഇൻ ദ കേസ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. Then അതുപോലെ തന്നെ വരുന്ന കാറ്റഗറിയാണ് ലോജിക്കൽ പ്രോഗ്രാമിംഗ്. In some situation, logical programming is a computer programming paradigm that has its foundation in mathematics logic, which program statements express facts and rules about the problem within the system. That is, whenever we have to deal with a realistic problem, like real world entities problems, we solve it.
And whenever we have to take some decision based on certain input, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം വഴി ഈ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്ത വൺ ഓഫ് ദി പ്രോഗ്രാമിംഗ് പാരാഡിം അല്ലെങ്കിൽ മെത്തഡോളജിയാണ് ലോജിക്കൽ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ ഒരു അടുത്തൊരു കാറ്റഗറിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പ്രൊസീജിയർ, ഫംഗ്ഷൻ, ദെൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ്, ദെൻ സ്ക്രിപ്റ്റിംഗ് പ്രോഗ്രാമിംഗ് പഠിച്ചു. അതുപോലെ തന്നെ വരുന്ന വൺ ഓഫ് ദി കാറ്റഗറീസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ലോജിക്കൽ പ്രോഗ്രാമിംഗ്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം ഫാക്ട്സ്, നമുക്കൊരു certain ഡിസിഷൻസിനെ നമുക്ക് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് അതൊരു പ്രോഗ്രാമിംഗ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ കാറ്റഗറീസിനെയാണ് ലോജിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ അതുപോലെ തന്നെ നമുക്ക് ഇമ്പരേറ്റീവ് ഉണ്ട്, ഡിക്ലറേറ്റീവ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇൻ ദിസ് പെർട്ടിക്കുലർ സബ്ജക്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ കാറ്റഗറീസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിന്റെ പാർട്ടാക്കി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ദാറ്റ് ഈസ് വിച്ച് ആർ ദ വേരിയസ് കാറ്റഗറീസ് ഓഫ് പ്രോഗ്രാമിംഗ് പാരാഡിഗ്ംസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ വിൽ ബി there are 4 to 5. ചില ടെസ്റ്റിൽ നിങ്ങൾ നോക്കൂ 4 കാറ്റഗറീസ് ആയിരിക്കും, ചില ടെസ്റ്റിൽ നിങ്ങൾക്ക് 5 കാറ്റഗറീസ് ഓഫ് പ്രോഗ്രാമിംഗ് പാരാഡിഗ്ംസ് ആയിരിക്കും. എനിവേ ദാറ്റ് ഈസ് different categories of programming paradigms or list various programming paradigms or different categories of programming languages in the channel. You can write up this answer like this. There are 5 categories of programming paradigms. First one is procedure, then functional, scripting, logic, and object-oriented programming language. So these are the categories. So throughout these modules, നമ്മൾ ഓരോ മോഡ്യൂൾസ് കവർ ചെയ്യുമ്പോൾ ഇതിലെ certain categories of programming languages-നെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് 2 മോഡ്യൂൾസിൽ നമ്മൾ എടുക്കുന്ന റെഫറൻസ് എന്ന് പറയുന്നത് പ്രൊസീജിയർ ഓറിയന്റഡ് ആൻഡ് ഫംഗ്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനാണെങ്കിൽ അടുത്ത മോഡ്യൂൾസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ലോജിക് പ്രോഗ്രാമിങ്ങും ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന്റെ കോൺസെപ്റ്റിലേക്ക്. Then last 2 modules-ലേക്ക് പോകുമ്പോൾ we have to more focus on the object-oriented program. That is, in a current scenario or software industry, one of the widely used categories of programming paradigm ആണ് ഈ ഒരു object-oriented concept എന്ന് പറയുന്നത്. So that is why it is given more priority in the module wise. That is, in the 5 and 6 modules, we are entirely focusing on the object-oriented programming concept. So that is the concept which are the various types or programming paradigms. So far we have to cover in this particular subject. So basically നമ്മുടെ പ്രോഗ്രാമിംഗ് പാരാഡിഗ്ം എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നോട്ട് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് സ്പെസിഫിക് അല്ല. ദാറ്റ് ഈസ് we have to think about there are several categories or types of programs languages are available in the industry, and the choice of the programming language we have to choose. അല്ലെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ പ്രോബ്ലം അല്ലെങ്കിൽ ടാസ്കിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്ന് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് നമുക്ക് ചൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ആൻസർ ടു ദിസ് പെർട്ടിക്കുലർ ടേം, ദാറ്റ് ഇസ് എ പ്രോഗ്രാമിംഗ് പാരാഡിഗ്ം. ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറെ ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ് നിന്ന് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വൺ ഓർ നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിനെ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം. സോ ദാറ്റ് ക്യാൻ ബി ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട്, ഈ ഒരു പ്രോഗ്രാമിംഗ് പാരാഡിഗ്ം എന്ന് പറയുന്ന സബ്ജക്ട് പഠിച്ചു കഴിയുമ്പോൾ യു ക്യാൻ ഈസിലി ഡിസൈഡ്. ഫോർ എക്സാമ്പിൾ ഒരു വെബ് ബേസ്ഡ് ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ യു ക്യാൻ ഓൾറെഡി ചൂസ്. ഫസ്റ്റ് നമ്മുടെ ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നിങ്ങൾ എല്ലാ ലാംഗ്വേജസും നോക്കില്ല, എമംഗ് വൺ നിങ്ങൾക്ക് ഒരു 10 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിയാം, അതിൽ നിന്ന് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന്റെ ലിസ്റ്റിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് മാത്രമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഗോ ഫോർ എ ലോജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നോക്കുന്നത് എന്തായിരിക്കും, ഈ 10 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ലോജിക്കൽ പ്രോഗ്രാമിംഗ് കാറ്റഗറി വരുന്ന ലാംഗ്വേജ് ഏതൊക്കെയാണോ അതായിരിക്കും നിങ്ങളുടെ എന്തായിരിക്കും പ്രിഫറൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് എ വേ വി ക്യാൻ ഡിസൈഡ് എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രോഗ്രാമിംഗ് and what should be the programming language we have to choose to solve a particular problem. So that is the answer we will get from this while studying this particular subject. So the next session onwards we are going to discuss what are the main features, especially
ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വാട്ടർ മേ ബി നമ്മളിപ്പോൾ പറഞ്ഞ കാറ്റഗറി ഒന്നും വേണ്ട, ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? ആർക്കെങ്കിലും ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിവൺ? Can you say? When you have to consider a programming language, whatever may be, scripting agam, functional agam, logical agam, the essential things that must be needed for that particular language. എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? Anyone from this class? മെമ്മറി കൺസിഡർ ചെയ്യണം, പിന്നെ സമയം. മെമ്മറി ഉണ്ട്, സമയമുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും നോക്കണോ? ബഡ്ജറ്റ്. ബഡ്ജറ്റ് ആക്ച്വലി അത് നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ സബ്ജക്ട്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ല, അതിലും വരുന്നതാണ്. നമ്മൾ ആക്ച്വലി ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിന് കൊടുക്കുക. മൊബൈൽ ഒരു ടാസ്ക് കിട്ടി, ഒരു കമ്പനിയിലെ ടാസ്ക് ആണെന്ന് വിചാരിക്കും, ഒരു പെർട്ടിക്കുലർ ടാസ്ക് സോൾവ് ചെയ്യാൻ വേണ്ടി കിട്ടി. സോ മുബീൻ അറിയാതെ കുറെ ഒരു ലിസ്റ്റ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, മേ ബി ഒരു 10-15 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡ്യൂറിംഗ് ദിസ് ഇയർ ഓഫ് സ്റ്റഡീസ് മുബീൻ അറിയാമെന്ന് വിചാരിക്കുക. ഓക്കെ, മുബീൻ കിട്ടിയ ടാസ്കിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് മുബീൻ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും? യു ഹാവ് ടു ചൂസ് എനി വൺ ഓഫ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, മേ ബി കോമ്പിനേഷൻ ആകാം, അല്ലെങ്കിൽ എനി വൺ ഓഫ് ദീസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ടു സോൾവ് ദിസ് പർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, അപ്പം എഫിഷ്യൻസി കൺസിഡർ ചെയ്യണം, പിന്നെ സമയം. ഓക്കെ, ദാറ്റ്സ് വൺ ഓഫ് ദി ഫാക്ടർ. അത് മുബീൻ ചൂസ് ആസ് എ പ്രോഗ്രാമർ യു ഹാവ് ടു ചൂസ് അല്ലേ? ഏറ്റവും ആദ്യം ചൂസ് ചെയ്യുന്ന ഏതായിരിക്കും മുബീനെ? അത് ഏത് ആ ടാസ്കിന് പറ്റിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? അല്ല, അതിനു മുമ്പ് മുബീൻ ഏറ്റവും നമ്മളിപ്പോ അത്ര ഡീറ്റെയിൽ ആയിട്ട് ആ ടാസ്കിന്റെ ഒരു ഓവർവ്യൂ മാത്രമാണ് മുബീൻ ഉണ്ടെന്ന് വിചാരിക്കും. ഫസ്റ്റിലെ മുബീൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും? മുബീന് 100% അല്ലെങ്കിൽ ഒരു 90% കോൺഫിഡന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ലേ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്? അതെ. ഇപ്പം മുബീന് 5 ലാംഗ്വേജ് അറിയാം, അതില് ഒരെണ്ണം വളരെ തറവാണ്, ഏത് ടൈപ്പിലുള്ള പ്രോബ്ലം കിട്ടില്ല അത് വെച്ച് സോൾവ് ചെയ്യാൻ മുബീൻ കേപ്പബിൾ ആണ്. ദെൻ അടുത്ത 2 ഒരു 50% അറിയാം, അതായത് ജസ്റ്റ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ദെൻ ഇനി മൂന്നാമത്തെ 4-ാമത്തെയും 5-ാമത്തെയും എന്താണ്? ഒരു ബേസിക് ആയിട്ടുള്ള, അതായത് അതിന്റെ ജസ്റ്റ് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ എറർ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ മാത്രമുള്ള അറിയുന്നത്. സോ വിച്ച് വൺ യു ഹാവ് ടു ചൂസ്? ഏറ്റവും കോൺഫിഡൻസ് ആയിട്ടുള്ളത്, ഏറ്റവും കോൺഫിഡൻസ്, ദാറ്റ് ഈസി ഓഫ് യൂസ് ആയിരിക്കും അല്ലേ? ഈസി ഓഫ് യൂസ് ആയിരിക്കും വൺ ഓഫ് ദി പ്രയോറിറ്റി. ഓക്കെ സാർ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും? മുബീൻ ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യും. പക്ഷെ ഒരു പ്രോബ്ലം വന്നു, എന്തായിരിക്കും? ഇത്രയും 100% അറിയാവുന്ന ഈ ലാംഗ്വേജ് വെച്ച് ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ then you have എന്തായിരിക്കും ചോയ്സ് ഉള്ളത്? സെക്കൻഡ് ഓപ്ഷൻ, ദാറ്റ് ഈസ് അടുത്ത നമുക്കറിയാവുന്ന ലാംഗ്വേജസിൽ നിന്ന് ഇതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് ഏതിനെയൊക്കെ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ പ്രിഫർ ചെയ്യാം. സോ ദാറ്റ്സ് എ വേ. പ്രോഗ്രാമിംഗ് പരാണ്ടിങ് പറയുന്ന ഇത്രേ ഉള്ളൂ. when you have to solve it, ഒരു ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ when you have to solve a particular problem or a task, അതിനെ സോൾവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ്, അതിന് മെത്തഡോളജി മാറും. കാരണം ഫോർ എക്സാമ്പിൾ മുബീന് C പറയാം, C++ പറയാം, ജാവയാണ്. ഇതിന്റെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നമ്മളിപ്പോ പാരാഡിഗ്മ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ C ഏത് കാറ്റഗറിയിൽ വരും? പ്രൊസീജിയർ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഇനി C++ ജാവയും ഒരു ബന്ധം പറ്റും. That's object oriented. And you are given a task that is representing some real world ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് വാല്യൂസിനെ പ്രോസസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ അവിടെ മുബീൻ ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ചോയ്സ് ഏതായിരിക്കും? C++ ജാവ. That is a 2 choice. Then അങ്ങനെ ചോയ്സ് വരുമ്പോൾ വീണ്ടും മുബീൻ അവിടെ ഡിസൈഡ് ചെയ്യാം. ഒന്നാമത്തെ പ്രയോറിറ്റി ഈസി ഓഫ് യൂസ്, C++ ആണ് ജാവയാണോ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തൊരു ചോയ്സ് ജാവയായിരിക്കും. പിന്നെ ജാവയ്ക്കുള്ള വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ഉണ്ട്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടായിരിക്കും. എന്താണ്? പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണ് കമ്പയർഡ് ടു C++. ഓക്കെ, എന്തുകൊണ്ടാണെന്നുള്ള അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ബൈറ്റ് കോഡ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും.
ജാവ വിർച്വൽ JVM ൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ബൈറ്റ് കോഡ്സ്. ഒരു പെർട്ടിക്കുലർ മെഷീനെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന മെഷീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ദാറ്റ്സ് എ റീസൺ. സോ എനിവേ ഈ ഒരു ചോയ്സ് വരുമ്പോഴാണ് നമുക്ക് പ്രോഗ്രാമിംഗ് പാരാഡിഗ്മ്സിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Then, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും ഇതിനെല്ലാം സം കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സിന്റെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നിങ്ങൾ ഏറ്റവും ആദ്യം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യം എന്തായിരിക്കും? ഫ്രോം വേർ you should start the learning of a programming language. എവിടെ നിന്നായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? C എടുത്തോ, ജാവ എടുത്തോ, ഓട്ടോമേറ്റ്, C++ എടുത്തോ. നിങ്ങൾ ആ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന കാര്യം എന്തായിരിക്കും? അതിന്റെ സ്ട്രക്ചർ അല്ലേ? സ്ട്രക്ചർ. ഓക്കെ, സ്ട്രക്ചർ. ഞാൻ ചോദിച്ചിട്ട് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കിട്ടും. ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കുന്ന കാര്യം എന്തായിരിക്കും? ഓ, അതിന്റെ അകത്ത് ആൽഫബറ്റ്സ് അങ്ങനത്തെ ഇതാണോ ഉദ്ദേശിച്ചത്? നിങ്ങളിപ്പോ മലയാളം എഴുതാനും പഠിക്കാനും ഒക്കെ ആദ്യമേ അറിയണം, നമ്മൾ പഠിച്ചു. അക്ഷരങ്ങൾ പഠിക്കണം. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്. ദാറ്റ്സ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സുകളാണ് ഒരു ലാംഗ്വേജ് ഏറ്റവും ആദ്യം ആസ് എ പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കുന്നത്, അല്ലേ? ഇതിന് നമ്മൾ പേര് വിളിക്കും. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സിയുടെ കേസിലാണെങ്കിൽ ആൽഫബറ്റ്സും സിമ്പിൾസിലും എല്ലാം നമ്മളൊരു കാറ്റഗറി വിളിക്കും. എനിവൺ? വിഷ്ണുപ്രിയ? ഇൻഡിജേഴ്സ്. ഓക്കെ, ഇൻഡിജേഴ്സ്. വിഷ്ണുപ്രിയ ഉണ്ടോ ക്ലാസ്സിൽ? സുധി? സാർ ഉണ്ട്. ഹലോ. വിഷ്ണുപ്രിയ ഒരു ലാംഗ്വേജ് ഫസ്റ്റിലെ പഠിച്ചു തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിന്റെ സ്ട്രക്ചർ അറിയണം. അതിന്റെ അകത്ത് എന്തൊക്കെ ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യാം. ഡേറ്റ ടൈപ്സ് ഒരു ഫാക്ടറാണ്. ഇത് മിക്കവാറും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചതിൽ ഡേറ്റ ടൈപ്പ് ഉണ്ടല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ certain keywords യൂസ് ചെയ്യും. ഐഡന്റിഫയേഴ്സ്. കീവേഡ്സ് ഉണ്ട്. ഐഡന്റിഫയർ, ദാറ്റ് ഈസ് അനദർ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ്. ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പർട്ടിക്കുലർ ടോക്കൺസ് ഒക്കെ കൊടുക്കത്തില്ലേ ഇപ്പോ? ടോക്കൺസിനെയാണോ ഐഡന്റിഫയർ? ടോക്കണിൽ വരുന്നതാണ് ഐഡന്റിഫയർ. ഓരോന്നിനെ ഐഡന്റിഫൈ ചെയ്യാൻ. അതാണോ ഐഡന്റിഫയർ? ഓക്കെ, നിങ്ങൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും ഫസ്റ്റിൽ നിങ്ങൾ അതിൽ പഠിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ദാറ്റ് ഈസ് ദ ക്യാരക്ടർ സെറ്റ് എന്ന് വിളിക്കും. ക്യാരക്ടർ സെറ്റ് മീൻസ് ആയിരിക്കും. ക്യാൻ യു ഹിയർ ദിസ് ടേം? നിങ്ങൾ ഈ ടേം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ക്യാരക്ടർ സെറ്റ്. ക്യാരക്ടർ സെറ്റ്. മാധവ്? ക്യാരക്ടർ സെറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ മാധവ്? കേട്ടിട്ടുണ്ട്. എന്താണ് ക്യാരക്ടർ സെറ്റ്? ലെറ്റേഴ്സും വൈറ്റ് സ്പേസസ് അതൊക്കെ. അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൽഫബറ്റ്, ന്യൂമറിക് വാല്യൂസ്, സിമ്പിൾസ്, ഇതിനെല്ലാം ഓൾ ടുഗദർ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാരക്ടർ സെറ്റ്. ക്യാരക്ടർ സെറ്റ്. ദെൻ ടോക്കൺസ് എന്ന് കേട്ടിട്ടുണ്ടോ മാധവ്? ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം. ദെൻ അതിന്റെ പ്രത്യേകത എന്താ? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ടോക്കൺ ഓർ ഡെഫിനിഷൻ ഓഫ് ടോക്കൺ? ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം. ബിൽഡിംഗ് ബ്ലോക്സ് മാത്രമേ ഉള്ളൂ. സ്മോളസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്സ്. അത് വീട്ടിലാണോ അല്ല പുറത്തുമല്ലോ? വീട്ടിലാണോ? എന്തോ സൗണ്ട് ഒക്കെ കേൾക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചു. വീട്ടില്. സോ എന്താണ് ടോക്കൺസ് എന്ന് പറഞ്ഞത്? ഐഡന്റിഫയർ കീവേഡ്സ് കോൺസ്റ്റന്റ് അതൊക്കെ. അതൊക്കെ ടോക്കൺസിന്റെ എക്സാമ്പിൾ ഡെഫിനിഷനാണ് ഞാൻ ചോദിച്ചത്. ഇൻഡിവിജ്വൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം. ഇൻഡിവിജ്വൽ ബിൽഡിംഗ് ബ്ലോക്സ് മാത്രമേ ഉള്ളൂ. ഒരു ടേം കൂടി ചേർത്താൽ മതി. ഇപ്പൊ ഞാൻ എലമെന്റ്സ് അല്ല, അതിന് മുമ്പ് ഇൻഡിവിജ്വൽ ബ്ലോക്സിന് മുമ്പ് ഒരു ടേം കൂടെ, ഒരു വേർഡ് കൂടെ ചേർത്താൽ മതി. കറക്റ്റാണ് ഡെഫിനിഷൻ. ആർക്കെല്ലാം പറയാൻ പറ്റുമോ? എനിവൺ? ടോക്കൺസ്. ഞാൻ പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലല്ല ചോദിച്ചത്, ജനറൽ ആയിട്ടുള്ള ഒരു ടേമാണ് ടോക്കൺസ്. ആർക്കെങ്കിലും പറയാമോ? നൗറിൻ? ഡെഫിനിഷനൊക്കെ തന്നെ അറിയത്തുള്ളൂ. എന്താണ്? കേട്ടില്ല.
അല്ല ഇപ്പൊ മധു പറഞ്ഞ ഡെഫിനിഷൻ ഒക്കെ തന്നെ അറിയത്തുള്ളൂ. So basically the smallest individual units in a program അല്ലേ, അല്ലെങ്കിൽ ഇൻഡിവിസിബിൾ. അതിന്റെ വീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ സാധിക്കില്ല. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിലടക്കം പഠിച്ചു, ഏതാണ് കമ്പൈലർ ഡിസൈനിലൊക്കെ പഠിക്കുകയാണ് ടോക്കണൈസേഷൻ ഫസ്റ്റ് ഫേസ് ആണ് ലെക്സിക്കൽ അനാലിസിസ്. സോ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും അതിന്റെ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയാണ് നമ്മൾ ടോക്കൺസ് ആക്കി എടുക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ഞങ്ങൾ ഒന്ന് പെട്ടെന്ന് പറയാമോ? ഇപ്പൊ സിയുടെ ഒരു ടോക്കൺസ് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ വരും അതില് എക്സാമ്പിൾ? കീവേഡ്സ് വരും, പിന്നെ ഐഡന്റിഫയേഴ്സ് വരുന്നില്ലേ, ഓപ്പറേറ്റേഴ്സ് വരുന്നില്ലേ, ഡാറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്. എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യൽ സിമ്പിൾസ് വരുന്നില്ലേ, സ്പെഷ്യൽ കോൺസ്റ്റൻസ് വരും, സ്ട്രിങ്സുകളൊക്കെ ചില കേസ്. അപ്പം ജാവയുടെ കേസിൽ അത്ര ഇഷ്യൂ ഇല്ല, സിയുടെ കേസിലൊക്കെയാണ് സ്ട്രിങ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഐഡന്റിറ്റി ആണ്. സോ ഈ ഒരു ടോക്കൺസ് ദാറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെയും പാർട്ടായിട്ട്, ദാറ്റ് ഈസ് നിങ്ങളൊരു പുതുതായിട്ടൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റേ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം വാട്ട് ഷുഡ് ബി ഇറ്റ്സ് ക്യാരക്ടർ, വാട്ട് ഷുഡ് ബി ദ ടോക്കൺസ്, അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയായിരിക്കണം. സോ ദാറ്റ് ഈസ് അതിപ്പം റിഗാർഡ്ലെസ് ഓഫ് ദി പാരാഡിം, ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓറിയന്റഡ് ആണെങ്കിലും പ്രൊസീജിയർ ഓറിയന്റഡ് ആണെങ്കിലും സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും it should have a basic semantics അല്ലെങ്കിൽ സിന്റാക്സ് ഉണ്ടാകും, അതിൽ അക്സെപ്റ്റ് ചെയ്യുന്ന സിമ്പിൾസ് ഉണ്ടാകും. So that is a topic so far we have to discuss in the first module. That is just like identifier. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നെയിംസ് എന്നാണ് വിളിക്കുന്നത്, ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതെ ഐഡന്റിഫയർ എന്ന് വിളിക്കും, ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേരിയബിൾസ് എന്നായിരിക്കും വിളിക്കുന്നത്. സോ അതിനുള്ള ബേസിക് റൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഐഡന്റിഫയർ ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സിയിലൊക്കെ സെറ്റ് റൂൾസ് ഉണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ഐഡന്റിഫയറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇൻ സി there should be some certain rules. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? Anyone? Identify the rules. Parvati? Parvati. Okay, I think there is some issue. Sweet Prasad. Sweet Prasad. Sweet Prasad. Hello. ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യാനുള്ള റൂൾസ് ഓർമ്മയുണ്ടോ? ഉണ്ടോ ശ്രീ പ്രസാദ്? കേട്ടില്ല. അത് തന്നെ ഒരു എണ്ണം കറക്റ്റ് ആയി. ആൽഫബറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം. പ്രസാദ് വീട്ടിൽ തന്നെയാണോ അതോ പുറത്തു പോയിട്ടാണോ? എനിക്ക് സൗണ്ട് അത്ര ക്ലിയർ അല്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ് വരുമ്പോൾ ഇതൊന്ന് നോക്കി പഠിച്ചിട്ട് വേണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത് നോക്കി പഠിച്ചിട്ട് വേണം. സോ we can continue the first topic, that is basically the variables identifier and the basic syntax second discuss ചെയ്യാൻ വേണ്ടി പോകുന്നത്. So that can be discussed in the next our class, that is in the Friday. I think first hour that will be the next class. So we can start our first module on that day. Okay, thank you.